റോമാലേഖനം 13-ാം അധ്യായത്തിൽ ആകെ 14 വാക്യങ്ങൾ ആണ് ഉള്ളത്. 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അധികാരത്തെക്കുറിച്ചും 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ സ്നേഹത്തെക്കുറിച്ചും 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിവരിച്ചിരിക്കുന്നു. ഇത് നാം ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കേണ്ടുന്ന സമയമാണെന്നും രാത്രി കഴിവാറായി പ്രഭാതം അടുത്തിരിക്കുന്നു എന്നും അതിനാൽ പ്രഭാതത്തിന്റെ മക്കളായി നടക്ക എന്നും പൗലോസ് അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവർത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. റോമാലേഖനം 13-ാമത് വചനം. എന്നും രാത്രിയാണെന്ന് പറഞ്ഞിരിക്കരുത്. രാത്രികൾ കഴിയും, പ്രഭാതം പുലരും. ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പ്രഭാതവും ഉണ്ട്. 23-ാം സങ്കീർത്തനത്തിൽ പച്ചയായ പുൽപ്പുറങ്ങളും സ്വസ്ഥതയുള്ള വെള്ളവും ഉണ്ട്. എന്നാൽ കൂരിരുൾ താഴ്വരയിൽ കൂടി കടക്കേണ്ടി വരും എന്ന കാര്യം മറക്കരുത്. ശത്രുക്കൾ കാണുക നിനക്ക് വിരുന്നൊരുക്കുകയും നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയും നിന്റെ പാനപാത്രത്തെ നിറഞ്ഞു കവിയിച്ച് നന്മയും കരുണയും നൽകി കർത്താവിന്റെ ആലയത്തിൽ ദീർഘകാലം വസിപ്പിക്കുവാൻ യോഗ്യത നൽകുന്ന കർത്താവ് ആയുഷ്കാലം മുഴുവനും നിന്റെ കൂടെയുണ്ട് എന്ന സത്യം നീ വിസ്മരിക്കരുത്. രാത്രി സമയം ഭയം നൽകുന്നതാണ്. കാരണം കാട്ടുമൃഗങ്ങൾ രാത്രിയിലാണ് സഞ്ചരിക്കുക. നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാക്കുന്നു. അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു. 104-ാം സങ്കീർത്തനം അതിൻ്റെ 20, 21, 22 വചനങ്ങൾ. രാത്രിയിൽ കള്ളന്മാരും പിടിച്ചുപറിക്കാരും സഞ്ചരിക്കുന്നു. രാത്രികാലം പാപങ്ങൾ വർദ്ധിക്കുന്നു. വ്യഭിചാരിയുടെ കണ്ണ് അസ്തമാനം കാത്തിരിക്കുന്നു. അവൻ മുഖം മറച്ച് നടന്ന് ഒരു കണ്ണും എന്നെ കാണുകയില്ല എന്ന് പറയുന്നു. യോബ് 24-15. തിന്മകൾ വർദ്ധിക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. യാക്കോബ് ചതിക്കപ്പെട്ടത് രാത്രിയിലാണ്. ലാബാൻ മൂത്ത മകൾ റാഹേലിന് പകരം ചതിയിൽ ലേയെ രാത്രി യാക്കോബിന്റെ കിടപ്പുമുറിയിലേക്ക് അയച്ച് പറ്റിച്ചു. ലോത്തിനെ മക്കൾ രാത്രി വീഞ്ഞ് കുടിപ്പിച്ച് മക്കളോടുകൂടെ ശയിപ്പിച്ചു. സാത്താനാകുന്ന കാട്ടുമൃഗത്തിന്റെ ആക്രമണങ്ങൾ അധികമായി ഉണ്ടാകുന്നത് രാത്രി കാലങ്ങളിലാണ്. ജീവിതത്തിൽ കഷ്ടതയുടേതായ രാത്രികൾ വന്നു ഭവിക്കാം. ഇപ്പോൾ എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ തൂകിപ്പോകുന്നു. കഷ്ടകാലം എന്നെ പിടിച്ചിരിക്കുന്നു. രാത്രി എൻ്റെ അസ്ഥികളെ തുളച്ചെടുത്തു കളയുന്നു. എന്നെ കടിച്ചു കയറുന്നവർ ഉറങ്ങുന്നതുമില്ല. യോബ് 30-16, 17 വചനങ്ങൾ. കഷ്ടതയുടേതായ ഒരു രാത്രി എന്നല്ല, രാത്രികൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. യോബിന് ദിവസങ്ങളോളം രാത്രിയുടേതായ അനുഭവങ്ങൾ ഉണ്ടായി. അസ്ഥികൾ ഡ്രിൽ വെച്ച് തുളയ്ക്കുന്ന പോലെയുള്ള വേദനയിലൂടെ യോബ് കടന്നുപോയി. പകൽ സമയത്ത് അവർക്ക് ഇരുൾ നേരിടുന്നു. ഉച്ച സമയത്ത് അവർ രാത്രിയിലെന്ന പോലെ തപ്പി നടക്കുന്നു. യോബ് 5-14. ജീവിതത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ, അവിചാരിതമായി കാട്ടുമൃഗങ്ങളെ പോലെ വർത്തിക്കുന്ന മനുഷ്യരുടെ ആക്രമണങ്ങൾ നമുക്ക് നേരിടേണ്ടി വരാം. കഷ്ടതയുടെയും രോഗത്തിൻ്റെയും വേദനകളുടെയും തിരസ്കരണത്തിൻ്റെയും രാത്രികൾ ജീവിതത്തിൽ വന്നു ചേരാം. സന്ധ്യയെങ്കിൽ കരച്ചിലുണ്ട്, എന്നാൽ ആനന്ദഘോഷങ്ങളുള്ള ഒരു പകൽ നമ്മെ കാത്തു നിൽപ്പുണ്ട്. രാത്രി പാളയത്തിൽ മഞ്ഞു പൊഴിയുമ്പോൾ മന്നയും പൊഴിയും. സംഖ്യാപുസ്തകം 11-9. നാം കർത്താവിൻ്റെ പാളയത്തിനകത്താണോ അതോ പുറത്താണോ? നാം കർത്താവിൻ്റെ കൂടാരത്തിലാണോ വസിക്കുന്നത്? എങ്കിൽ രാത്രിയിലെ മഞ്ഞിനെ പേടിക്കേണ്ട. മഞ്ഞ് പെയ്യുമ്പോൾ കർത്താവിൻ്റെ മന്നായും പൊഴിയും. നിന്നയുടെയും പരിഹാസത്തിൻ്റെയും അപമാനത്തിൻ്റെയും പരാജയത്തിൻ്റെയും മഞ്ഞ് പൊഴിയുമ്പോൾ തേജസ്സിൻ്റെ മന്നായും ദൈവം പൊഴിക്കും. ജീവിതത്തിൽ പല പ്രതികൂലങ്ങളാലും വലയുമ്പോൾ വേദനകളുടെ നടുവിൽ കർത്താവ് കൃപയുടെ മന്ന പൊഴിച്ചു തരും. അതിനാൽ ചൂരച്ചെടിയുടെ തണലിൽ നിന്ന്
ദൂരയാത്രയ്ക്കായി പുറപ്പെട്ട ഏലിയാവിനെ പോലെ ദൈവശക്തിയാൽ ധൈര്യവും ബലവും പ്രാപിച്ച് മിസ്രയീമിൽ നിന്നും കനാനിലേക്ക് പുറപ്പെട്ട മോശയെ പോലെ, മുന്തിരിച്ചക്കിൽ നിന്നും ചാടി പുറപ്പെട്ട ഗിദെയോനെ പോലെ ധൈര്യത്തോടെ എഴുന്നേറ്റ് പ്രകാശിക്കാം. കാരണം നിന്റെ പാളയത്തിൽ കൃപയുടെ മന്ന പൊഴിച്ചു തരുന്ന തമ്പുരാൻ എപ്പോഴും കൂടെയുണ്ട്. ഈ രാത്രികൾ തീരും, പ്രഭാതം അരികിലുണ്ട്. നമുക്ക് സന്തോഷത്തോടെ ഇങ്ങനെ പാടാം: രാത്രികാലം തീർന്നിടാറായി, പ്രഭാതം എത്തി, പ്രഭാത താരം യേശുവിനാൽ കണ്ടിടാറായി. എന്നുമൻ ഗാനം ഇതൊന്നു മാത്രം, എന്തു മാറ്റം വന്നു എന്നിൽ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com